കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരിയുടെ തിരോധാന കേസിൽ വഴിത്തിരിവ്. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി 15 വർഷത്തിന് ശേഷം പിടിയിലായി. പാണത്തൂർ സ്വദേശി ബിജു പൗലോസ് ആണ് പിടിയിലായത്. കാസർഗോഡ് കടപ്പുറത്ത് ഉപേക്ഷിച്ച മൃതദേഹം DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് കുടകിലെ ജോലിസ്ഥലത്ത് വെച്ച് ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് ഇയാൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. 2011 സെപ്റ്റംബറിൽ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹഭാഗങ്ങൾ DNA പരിശോധന നടത്തിയതാണ് കേസിൽ നിർണായകമായത്. ഇതിനൊപ്പം ലഭിച്ച പാദസരം പെൺകുട്ടി ഉപയോഗിച്ചതാണെന്ന് ബന്ധുവായ യുവതി സ്ഥിരീകരിച്ചു. ഇതോടെയാണ് മുൻപ് ബേക്കൽ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന ബിജു പൗലോസിലേക്ക് ക്രൈംബ്രാഞ്ചിനെയും എത്തിച്ചത്. നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ബിജു പൗലോസിന് എതിരായിരുന്നു. എന്നാൽ മൊഴിയിലെ വൈരുദ്ധ്യം കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തില്ല. കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതും കേസിൽ ദളിത് സംഘടനയായ കേരള പട്ടിക ജനസമാജം നടത്തിയ ഇടപെടലും നിർണായകമായി. മൈനറായിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടിയെ കാണാതായിട്ട് അന്വേഷണം എവിടെയും എത്താത്തൊരു സാഹചര്യത്തിലാണ് ഈ കേസ് കോടതി ഇടപെട്ടിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും കേസിൽ ചെറിയ പ്രതീക്ഷയ്ക്ക് വകവെക്കുന്ന രീതിയിൽ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിജു പൗലോസ് പെൺകുട്ടിയുടെ മൃതദേഹം ഒഴുക്കിയ ചിത്താരിപ്പുഴയിലും മടിയനിലെയും വടകരമുക്കിലെയും വാടക ക്വാർട്ടേഴ്സിലും അന്വേഷണ സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതും പീഡിപ്പിച്ചതും ഇയാൾ ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്.